ഇന്ന് നമുക്ക് നല്ലൊരു വഴുതനങ്ങ മെഴുക്ക് വരട്ടിയുടെ റെസിപ്പി കാണാം. ചട്ടി ഗ്യാസിൽ വെച്ചു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. വെളിച്ചെണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പോഴത്തേന് നമുക്ക് വെളുത്തുള്ളിയും കൊച്ചുള്ളിയും കറിവേപ്പിലയും കൂടെ, വെളുത്തുള്ളിയും കൊച്ചുള്ളിയും നല്ലപോലെ ചതച്ചതാണ്. ഇനി നമുക്ക് ആ വെളിച്ചെണ്ണയിലോട്ട് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലപോലൊന്ന് വഴന്ന് വരട്ടെ. ഈ വെളുത്തുള്ളിയും കൊച്ചുള്ളിയുടെ ഒരു ചെറിയ പച്ചമണമൊക്കെ ഒന്ന് മാറി വെളിച്ചെണ്ണയിലൊന്ന് വഴന്ന് വരട്ടെ. അതിനുശേഷം നമുക്ക് പൊടികൾ ചേർക്കാം. വഴുതനങ്ങ ഞാനിവിടെ കഴുകി വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. വെള്ളത്തിലിട്ട് വെച്ചില്ലെങ്കിൽ വഴുതനങ്ങ കറുത്തു പോകും. അപ്പോൾ വെള്ളം ഊറ്റി കളഞ്ഞിട്ട് നമുക്ക് അതും മാറ്റി വെക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർക്കാം. 1 സ്പൂൺ മുളക് പൊടി, ഒരു ചെറിയ സ്പൂണാണ്. പിന്നെ അതിലേക്ക് ഒരു 1/4 സ്പൂണോളം മഞ്ഞൾപ്പൊടി, കുറച്ച് മഞ്ഞൾപ്പൊടി. പിന്നെ നമ്മളിതിൽ ചേർക്കുന്നത് ഗരം മസാലയാണ്. ഗരം മസാലയല്ല, കുരുമുളക് പൊടി. കുരുമുളക് പൊടി ഇച്ചിരി ഏറെ ചേർത്തു, അപ്പം നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റും. അതിന് ശേഷം നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർക്കാം. ഇതിനോടൊപ്പം തന്നെ ഉപ്പും കൂടെ ചേർത്ത് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന വഴുതനങ്ങ ചേർക്കാം. വഴുതനങ്ങ ഇച്ചിരി കൂടുതലുണ്ട്, എന്നാൽ ഇച്ചിരി വെള്ളം ഒഴിച്ച് കഴിയുമ്പം ഇതങ്ങ് സോഫ്റ്റായിട്ട് റെഡി ആയിക്കോളും. ഒന്ന് മിക്സ് ചെയ്യുക. ആ പൊടികളുമായിട്ടും വെളുത്തുള്ളിയും കൊച്ചുള്ളിയും എല്ലാമായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇപ്പം ആ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയൊക്കെ ചേർത്തൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ഇച്ചിരി നേരം ഒന്ന് അടച്ച് വെക്കാം. അപ്പോൾ ഇതൊന്ന് സോഫ്റ്റ് ആവും. ഇപ്പം നമ്മുടെ വഴുതനങ്ങ വേണ്ടൊക്കെ ഉണ്ടോ, നല്ലപോലെ വെന്ത്, ഒത്തിരി വെള്ളമൊന്നും ഒഴിക്കരുത്, കാരണം വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് ഇതിനകത്തുണ്ട്. പിന്നെ അടിക്ക് പിടിക്കാതിരിക്കാൻ മാത്രം ഞാൻ 1 സ്പൂൺ വെള്ളമേ ഒഴിച്ചിട്ടുള്ളൂ. ഇപ്പം തന്നെ കണ്ടോ നല്ലപോലെ ഡ്രൈ ആയിട്ട് വരുന്നുണ്ട്. ഒത്തിരി ഒന്നും ഡ്രൈ ആകത്തില്ല, കാരണം ഇത് വഴുതനങ്ങ ഇച്ചിരി വെള്ളത്തിൻ്റെ ഒരു കണ്ടൻറ്റ് ഉള്ളത് കൊണ്ട് വഴുതനങ്ങ ഇങ്ങനെ തന്നെ കാണത്തുള്ളൂ. ഇനി ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പോൾ ഒരു 5 മിനിറ്റ് കൂടെ കിടക്കട്ടെ. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം, അടച്ച് വെക്കാം. നമുക്ക് തുറന്നൊന്നുകൂടെ ഒന്ന് നോക്കാം. അപ്പോൾ എന്താണ്ട് ഏകദേശം വഴുതനങ്ങയൊക്കെ റെഡിയായി, ഡ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നല്ലൊരു ഡിഷാണ്, ചോറിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് നമുക്ക് ഉപയോഗിക്കാം. അപ്പം ഇന്നത്തെ നമ്മുടെ വഴുതനങ്ങ മെഴുക്ക് വരട്ടി ഇപ്പോൾ റെഡിയായി. താങ്ക് യു.